ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ എന്താണ് നമ്മളെ വീഡിയോയുടെ ടൈറ്റിലൊക്കെ കണ്ടിട്ട് എല്ലാവരും ആകാംക്ഷയോടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹെയർ കളറിങ് വീഡിയോ ആണ് ചെയ്യണത്. അപ്പൊ അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ ഉള്ളതാണെന്ന്. ഞാൻ എവിടെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗൈസ് മനസ്സിലാവാത്തത്? ഞാൻ തിരുവനന്തപുരം എന്ന സ്ഥലം, അതായത് ട്രിവാൻഡ്രം ആണ് ഞാൻ താമസം. ട്രിവാൻഡ്രം മരുതൻകുഴി കാഞ്ഞിരംപറയ്ക്ക് നടുക്കാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇനി ഇതിൽ കൂടെ ഞാൻ എന്ത് പറഞ്ഞു തരണം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ എന്റെ കറന്റ് ആയിട്ടുള്ള പരിപാടി. പിന്നെ വീട്ടിൽ അച്ഛനമ്മ ചേച്ചി എല്ലാവരും ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവര് ട്രൈ ചെയ്ത് നോക്കി, അവർക്കും സൂപ്പറായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഇനി ഒരുപാട് സന്തോഷമായി കേട്ടപ്പോഴത്തേക്കും. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വാങ്ങിയ സാധനം, അതായത് ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോകുന്നത് ഏത് ബ്രാൻഡാണെന്ന് പറയാം. സ്ട്രീറ്റ്സിന്റെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്റെ മേടിച്ച് നോക്കാം, ജസ്റ്റ് ഒരു സാമ്പിൾ നോക്കാം. സാമ്പിൾ ഞാൻ ഒരുക്കി മീൻസ് ഒരു കളർ ഞാൻ നോക്കിയതായിരുന്നു. എന്റെ തലയിലല്ല, വേറൊരാളുടെ തലയില് പരീക്ഷിച്ചു നോക്കി. പക്ഷെ അത് നന്നായിട്ട് സെറ്റായിട്ട് വന്നതിന് ചേച്ചിക്ക് അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്റെ തലയിലും കൂടെ ചെയ്ത് നോക്കാം. പക്ഷെ ആ ഒരു ഷെയ്ഡ് എനിക്ക് ചേരുവോ ഇല്ലെന്നൊരു ഡൗട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പരീക്ഷിക്കാൻ നിന്നില്ല. ഞാൻ വാങ്ങിയത് ഇപ്പൊ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് മേടിച്ചത്. പിന്നെ മേടിച്ചത് ഒരു ഫോയിൽ പേപ്പർ. ഇതിന് 190 രൂപയേ ഉള്ളൂ. 190 രൂപയ്ക്ക് നല്ല ലാഭമാണ്. 1 മന്ത് ഒക്കെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ റിവ്യൂ ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഫോയിൽ പേപ്പർ വേണം, മസ്റ്റ് ഹാവ് എന്നൊക്കെ. മസ്റ്റ് ഹാവ് അല്ല, എന്നാലും ഞാനൊരു എന്താ പറയുക, ഒരു ഇതിന് വാങ്ങി, അത്രേ ഉള്ളൂ. പിന്നെ കയ്യിലൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോയിൽ പേപ്പർ ആകുമ്പം നന്നായിട്ട് ഇരിക്കുമല്ലോ, അങ്ങനെ കരുതിയിട്ട് മേടിച്ചതാണ്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇതെല്ലാം വലിച്ചൂരി കളഞ്ഞു ഗൈസ്. ഒരു ബ്ലോണ്ടറും പിന്നെ ഒരു ഡെവലപ്പറും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒഴിക്കാമേ. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യട്ടെ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. പിഴിഞ്ഞെടുക്കണം. ഇത്രയേ ഉള്ളൂ സാധനം. കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഇത് ഫസ്റ്റ് സാധനം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു പാക്കറ്റും കൂടെ വാങ്ങാണ്ടായിരുന്നു. തേഞ്ഞുപോയി. ഇപ്പോഴാണ് ഗ്ലൗസ് എടുത്തിട്ടത്. ഗ്ലൗസ് ഇടാൻ മറന്നുപോയി ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത് ബ്ലോണ്ടർ എടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്യാൻ പോണു ഗൈസ്. വരണമില്ലല്ലോ, ഇങ്ങനെ ഞാൻ തട്ടി കൊടുക്കാം അമ്മച്ചി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇത് സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കട്ട പിടിച്ചിരിക്കുന്നു, അറിയുന്നില്ലല്ലോ. കുറച്ച് എടുത്തുള്ളൂ, കുറച്ചില്ല, മൊത്തത്തിൽ ഞാൻ എടുത്തില്ല. കുറച്ച് മിച്ചം വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എങ്ങനെ ആവോന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡല്ല, സോറി, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈശ്വര, ഇതെവിടെ ചെന്നേക്കോ എന്തോ ഇറങ്ങൂടാ. കിളക്കി മനുഷ്യന്റെ പാട് വിടുന്നു.
ഈ സാധനം കട്ട പിടിച്ചിരിക്കും. എന്താണോ ഇങ്ങനെ. അപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ എന്താ പറയാ കുറച്ച് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അതെന്താണോ എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മുടിയും കൂടെ വെട്ടിയോണ്ടാണ് ഞാൻ പിന്നെ തിരിച്ച് കളറൊക്കെ ചെയ്യാന്ന്. അപ്പൊ ഞാന് ഫസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താവും എന്ന് അറിഞ്ഞുകൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ്ട ഫസ്റ്റ് ഞാൻ ഈശ്വരം ഉള്ളമാവല്ലേ എന്നുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇത് പറയാൻ അല്ല ഇത്രയും പോർഷൻ മതി. ഇത്രയും പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിക്കാൻ പോവുകയാണെങ്കിൽ ഇരിക്കുന്നില്ല. രണ്ട് പാക്കറ്റ് വാങ്ങാനുള്ളതായിരുന്നു ഞാൻ കാണിച്ചത്. വളരെ ചെറ്റതരമായി പോയി ഗൈസ്. ഇരിക്കണമില്ല വളരെ. അപ്പൊ ഞാൻ എന്റെ സ്വന്തം റിസ്കിലാണ് എന്റെ കൈ യൂസ് ചെയ്യുന്നത്. കാരണം ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫോയിൽ പേപ്പർ ഇങ്ങനെ വെച്ചുകൊണ്ട് മുടിയിലെ തുമ്പത്ത് അടിക്കാൻ പോവാണ് ഗൈസ്. എന്തിനാവുണ്ടോ. നിങ്ങൾ ഷാംപൂ കണ്ടീഷണർ ഇട്ട ശേഷം മാത്രം കളർ ചെയ്യുക. എണ്ണ ഉണ്ടായിരിക്കരുത്. മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല. അതും കൂടെ പറയാം. നന്നായിട്ട് ഹെയർ ഷാംപൂ ചെയ്ത് വാഷ് ചെയ്തിരിക്കണം. സോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാവുന്നില്ല. എന്റെ മുടി ഭയങ്കര ഇതായിട്ടിരിക്കണം കഴിച്ച്. എന്താണെന്ന് പറയുന്നത് ഇന്നായപ്പോഴത്തേക്ക് എന്തോ പോലെ ഇരിക്കണം. എല്ലാ മുടിയിലോട്ട് സ്പ്രെഡ് ആവോ ഇല്ലേ ഒന്നും അറിഞ്ഞൂടാ. നന്നായിട്ട് ഇതാക്കി കൊടുക്കാം. കുറച്ചേ ഉള്ളൂ. ഞാനൊരു പാക്കറ്റും കൂടെ വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നന്നായിട്ട് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്റെ സ്വന്തം റിസ്കിലാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വന്തം റിസ്കിലാണ്. ഇങ്ങനെ ചുറ്റും വിളക്കി കൊടുക്കുക. ഇങ്ങനെ വെക്കുക. അപ്പൊ ഇവിടെ ഫ്രണ്ടിലെ പോർഷൻ കുറച്ച് എടുത്തിട്ട് വേണോ വേണ്ടതാലോചിക്കണം. ഇത്രയും പോർഷൻ എടുക്കാം. എന്നിട്ട് അവിടെ 2 പോർഷനും കൂടെ ആക്കുമ്പോഴത്തേക്കും സെറ്റാവും. മുടി വയ്ക്കുന്നു, തേക്കുന്നു. ഒരു പാക്കറ്റും കൂടെ വാങ്ങിയിരുന്നെങ്കിൽ ഇത്രയും ഞാൻ എന്താവോ എന്തോ. പിന്നെ ഒരു കാര്യം, കളർ ആഡ് ചെയ്യുമ്പം ഇതെന്തായാലും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പൊ ഇത്രയും മുടിയും കൂടെ ഉള്ളു. അപ്പൊ ഞാൻ വിചാരിച്ച അതൊരു സെറ്റായിട്ട് വെക്കാന്ന് വിചാരിച്ച്. അപ്പൊ അവിടെയും കൂടെ നന്നായിട്ട് ഞാൻ എടുക്കുന്നത് അത്രയും എന്റെ ഉടുപ്പിലാണ് വേസ്റ്റ് പോകുന്നത്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് മുടിയുടെ തുമ്പത്ത് അങ്ങനെ തേച്ച് കൊടുക്കുക. എനിക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിയണം. പക്ഷെ എനിക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്നു ഗീഷ്. അപ്പോ ഇതാണ് ഗേസ് ഫൈനലല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് ഇങ്ങനെ എടുത്ത് വെക്കുക. അത് ചൂടെടുക്കണമെങ്കിൽ ഞാൻ എടുത്ത് വെക്കും. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അടുത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേട്ടോ. അപ്പം ഞാനിത് ഇളക്കാൻ പോവാണ് ഗൈസ്. അയ്യോ എല്ലാം ഇളകി പോകും.
കഴുകിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ മുടിയുടെ ഇവിടെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. കൊള്ളാം. ഇനി കളർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഇതെടുക്കുകയാണ്, കട്ട് ചെയ്തെടുക്കുകയാണ്. ഈയടാ എല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അതുപോലെ മറ്റു സാധനം കൂടെ നമ്മൾ ഒഴിക്കില്ല, കളർ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐസ്ക്രീം പോലെ ഉണ്ട്. ഓക്കേ, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നീ കണ്ടോ ഡോറ, ഐസ്ക്രീം. അപ്പൊ നമ്മള് ഓ മൈ ഗോഡ്, ഇതിന്റെ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ മറ്റു സാധനം ക്വാണ്ടിറ്റി കുറവ്. കളർ നന്നായിട്ട് ഇതിലോട്ട് ഡെവലപ്പറും ഈ കളറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മള് തലയിൽ തേക്കാൻ പോവുകയാണ്. ഈശ്വര എന്താവോ ഉണ്ടോ. പക്ഷെ ഞാൻ ഇവിടെ ഈ പോർഷനിലൊന്നും തേച്ചില്ലായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഓരോ പോർഷനായിട്ട് നമ്മളെ മിക്സ് ചെയ്ത ഇതേ ഒരു ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്ലീച്ച് ആവാത്ത ഭാഗത്ത് ആവത്തില്ല, കളർ ആവത്തില്ല. അതായത് ബ്ലീച്ച് കൊടുത്ത പോർഷനിൽ ആവത്തില്ല. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. മറ്റേ ടൈപ്പല്ല, ഈ ടൈപ്പ്. ഇനി അടുത്ത് ഈ ഒരു പോർഷനിൽ കൈ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ഒരു ഇതിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇടുക കേട്ടോ. ഞാൻ എന്റെ റിസ്കിലാണ് ഞാൻ ഈ കൈ വെച്ച് ഇതാക്കുന്നത്. കെമിക്കലാണ്, സോ കൈ കൊണ്ട് മാക്സിമം കൈ വെച്ച് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുകയാണ്. എന്തൊരാവും ഉണ്ടോ. എന്റെ കയ്യിൽ ഫുള്ളും ആകും. നമ്മള് അലുമിനിയം ഫോയിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ട്, കളറ് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ഷാമ്പു കണ്ടീഷണർ വെച്ച് വാഷ് ചെയ്യുക. അപ്പോൾ കണ്ടീഷണർ ഇതിൽ ഓൾറെഡി ഉണ്ട്, അപ്പൊ അതെടുത്താൽ മതി. എന്റെ കൈ കണ്ടിട്ട് വേറെ എന്ന് വെച്ചാൽ ഈ സാധനമാണ്, വേറൊന്നുമല്ല. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇത് ആവോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാല് എനിക്ക് ഫസ്റ്റത്തെ സ്റ്റേജ് ബ്ലീച്ച് അത്ര ആയില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അച്ചുവാണ് അവളുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഹെയർ നല്ല വോളിയം ഉണ്ടെങ്കിൽ 2 പാക്കറ്റ് വാങ്ങി ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ.